പൂങ്കാവനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അകത്തളങ്ങളിൽ വയ്ക്കാൻ സാധിക്കുന്ന പൂച്ചെടികൾ ഏതൊക്കെയാണെന്നാണ് കാണാൻ പോകുന്നത്. ഇത് ഇൻഡോർ ഗാർഡനിങ് സീരീസിലെ 12ാമത്തെ എപ്പിസോഡാണ്. എല്ലാത്തരം ഇൻഡോർ പ്ലാന്റ്സിനെ പോലെ തന്നെ പൂച്ചെടികൾക്കും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ലൈറ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇൻഡോർ പ്ലാന്റ്സും വെളിച്ചവും എന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് നമ്മൾ ഈ ഒരു ഗാർഡനിങ് സീരീസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കാണുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് പൂച്ചെടികൾ ഏതൊക്കെയാണെന്ന് കാണാം. പോട്ട് ആന്തൂറിയം ഇപ്പം ഈസിലി അവൈലബിൾ ആയിട്ടൊരു ചെടിയാണ്. ഒരുവിധ എല്ലാ നഴ്സറികളിലും ഉണ്ട്. അതിൻ്റെ റേറ്റ് വരുന്നത് 200 above ആയിട്ടാണ്. ഈ ചെടി നമുക്കൊരു 75% ഷെയ്ഡിലും വെക്കാവുന്നതാണ്. അതായത് ഒരു മീഡിയം ഡാർക്ക് ഏരിയയിലൊക്കെ വളർത്താവുന്ന ചെടിയാണത്. പോട്ട് ക്രൈസാന്തിമം നമ്മുടെ വലിയ ജമന്തിയുടെ മിനിയേച്ചർ വേർഷനാണ്. അപ്പം കുറച്ചുകൂടെ കോമ്പാക്റ്റായിട്ട് ചട്ടിയിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന വെറൈറ്റി. ഇതും നഴ്സറികളിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. നല്ല കളേഴ്സിൽ പേർപ്പിൾ, വയലറ്റ്, റെഡ്, മെറൂൺ ഇങ്ങനത്തെ കളറുകളിലൊക്കെ ഇത് അവൈലബിളാണ്. ഒരുപാട് കോസ്റ്റ്ലി ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലെ മഞ്ഞുകാലത്ത് മാത്രമാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഇത് സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടുതലും ഈ ഹൈ റേഞ്ച് ഏരിയയിലാണ് ഇത് നന്നായിട്ട് വളരുന്നതായി കണ്ടിട്ടുള്ളത്. ഇത് ലൈറ്റ് ഏരിയയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പീസ് ലില്ലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ വീടുകളിലും ആ ചെടിയുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിറയെ പൂവിടുകയും ചെയ്യും. പീസ് ലില്ലി നന്നായി വളരുന്നത് ലൈറ്റ് ഏരിയയിലാണ്. ഫ്ലവർ ബിഗോണിയ വളരെ കോമൺ ആയിട്ടുള്ളൊരു ചെടി തന്നെയാണ്. നഴ്സറികളിലൊക്കെ കിട്ടാറുണ്ട്. ഒരു 80 രൂപയൊക്കെയാണ് വില സാധാരണ. ബാക്കി ബിഗോണിയ പോലെ തന്നെ ഫ്ലവർ ബിഗോണിയും വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കെയറിംഗ് ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പം അതിൻ്റെ ഈ ബിഗോണിയനെ എങ്ങനെ നടാം, എങ്ങനെ വളർത്താം എന്നൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എഗെയിൻ ഇതും ലൈറ്റ് ഏരിയയ്ക്ക് തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. കലഞ്ചു ഔട്ട്ഡോറും ഇൻഡോറും വളർത്താവുന്ന ചെടിയാണ്. പക്ഷെ അത് സീസണലാണ്. നമ്മുടെ നാട്ടിലെ സമ്മർ സീസണിലാണ് അത് നന്നായിട്ട് വളരുക. കലഞ്ചു ഇൻഡോറാണ് വെക്കുന്നതെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1 മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം വെക്കാൻ. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് പൂവിടുള്ളൂ. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന റെഡ് കളർ സമ്മർ സീസണിൽ മാത്രമേ വിരിയുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് യെല്ലോ, പിങ്ക് കളറിലൊക്കെ കലഞ്ചു ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ അതും ഹൈ റേഞ്ച് ഏരിയയിലാണ് നന്നായിട്ട് വളരുന്നതായിട്ട് കണ്ടുവരുന്നത്. ഫെലനോപ്സിസ് ഓർ മോത്ത് ഓർക്കിഡ് ഇൻഡോർ വയ്ക്കാവുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. പക്ഷേ ലൈറ്റ് ഏരിയയിൽ വേണം വെക്കാൻ. അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. ഇതത്ര ഈസിലി അവൈലബിൾ അല്ല. അത് മാത്രമല്ല ഈ ഒരു വെറൈറ്റി വളരെ കോസ്റ്റ്ലിയാണ്. ആഫ്രിക്കൻ വയലറ്റും ഇപ്പോൾ വളരെയധികം ഡിമാൻഡിലുള്ള ഒരു ചെടിയാണ്. വയലറ്റ് കളർ ഫ്ലവേഴ്സ് ഉള്ളതാണ് ഒരു കോമൺ വെറൈറ്റി. എങ്കിലും പിങ്ക്, വൈറ്റ് വെറൈറ്റീസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ലൈറ്റ് ഏരിയയിൽ തന്നെ വെക്കേണ്ട ഒരു ചെടിയാണ് ആഫ്രിക്കൻ വയലറ്റ്. നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ വെച്ച് വളർത്താവുന്ന ഒരു ചെടിയാണ് ഇംപേഷ്യൻസ്. ഇംപേഷ്യൻസും വളരെ കോമൺ ആയിട്ടുള്ളൊരു ചെടിയാണ്. ഒരുപാട് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ചെടിയാണ്. ഒരുപാട് ശ്രദ്ധയൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും വളരെയധികം പൂടുന്ന ഒരു വെറൈറ്റിയാണ് ഇംപേഷ്യൻസ്. ഇൻഡോറിൽ വെക്കാവുന്ന പൂച്ചെടികളുടെ ലിസ്റ്റ് നമ്മൾ തിരയുകയാണെന്നുണ്ടെങ്കിൽ
കുറേ ടൈപ്പ് ചെടികളുണ്ട്. പക്ഷെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ചെടികൾ മാത്രമേ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോയിൽ കാണിക്കാത്ത നിങ്ങൾക്കറിയുന്ന ഇൻഡോറിൽ വയ്ക്കാവുന്ന പൂച്ചെടികളുടെ പേരുകളുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. എല്ലാവർക്കും ഇത് ഉപകാരമായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്